ശ്രീ CK രവിശങ്കർ, ഒരു നിമിഷം കൂടി ഞാൻ അങ്ങയിലേക്ക് വരികയാണ്. അതിനുശേഷം ശ്രീ അനിൽ വിളയിലേക്ക് പോകാം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇദ്ദേഹത്തിൻ്റെ തന്നെ ഇൻകം ടാക്സ് ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ 10 രൂപയുടെ ഒരു കൊള്ളാവുന്ന വരുമാനം ഇയാൾക്ക് എവിടെ നിന്നുമില്ല. പക്ഷേ ഇയാൾ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങൾ, ശബരിമലയിലെ കേടായ വാതിൽ മാറ്റി പുതിയ വാതിൽ നിർമ്മിച്ച് സ്വർണ്ണം പൂശി, ശ്രീകോവിലിൻ്റെ കട്ടളയിൽ പൊതിഞ്ഞ ചെമ്പുവാളികൾ സ്വർണ്ണം പൂശി നൽകി, 2025 ജനുവരി 1-ാം തീയതി അന്നദാനം, പടിപൂജ, ഉദയാസ്തമയ പൂജ, കളഭാഭിഷേകം എന്നിവ നടത്തി. അങ്ങനെ ഒരുപാട് ലിസ്റ്റ് വരുന്നുണ്ട്. ഇതൊരു വശത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ശ്രീ ഡോക്ടർ മഹേന്ദ്രകുമാറൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ അതീവ സുരക്ഷാ മേഖലയായ ശബരിമല സന്നിധാനം പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരാളെ, വലിയ ദുരൂഹതകളുള്ള ഒരു പോറ്റി എന്ന മനുഷ്യൻ സ്വൈര്യവിഹാരം ചെയ്യുമ്പോൾ അതിന് തക്ക പിന്തുണ അവിടെ നിന്ന് ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ എന്നെ പൂർത്തീകരിക്കാൻ സമ്മതിച്ചില്ല. തീർച്ചയായും പറയും. ഒന്ന്, ഒരമ്പലം നശിച്ചാൽ അന്ധവിശ്വാസം മൊത്തം നശിക്കുമെന്ന് നാടുനീളെ പാടിക്കൊണ്ട് നടക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യനായ BJP-യുടെ റെപ്രസെന്റേറ്റീവ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരല്ല, C. കേശവനാണ്. അദ്ദേഹം കോൺഗ്രസ് ആണ്. ഞങ്ങൾ ഇങ്ങനെയൊന്നും പ്രസംഗിച്ചിട്ടില്ല. ഒരമ്പലം നശിച്ചാൽ അന്ധവിശ്വാസം നശിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കാർക്കും ഇല്ല. ഞങ്ങൾ അമ്പലത്തിനും പള്ളികൾക്കും ഒന്നും എതിരായ ആളുകളുമല്ല. അത് അദ്ദേഹം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ആ പറഞ്ഞത് C. കേശവനാണ്, കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവാണ്. ഇനി രണ്ടാമത്, ഒരു IPS ഉദ്യോഗസ്ഥൻ എന്തോ പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. IPS ഉദ്യോഗസ്ഥൻ അവിടത്തെ ചുമതല ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് അന്ന് ഈ കാര്യം അന്നത്തെ ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ ഹൈക്കോടതിയും അറിയിച്ചില്ല? അപ്പൊ അദ്ദേഹം ഇന്ന് ചാനലിൽ വന്നിരുന്ന് പറഞ്ഞിട്ട് എന്ത് മാന്യതയാണ് അതിലുള്ളത്? അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ ഒരു കള്ളത്തരം നടന്നുവെങ്കിൽ, അതും IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ കൺമുമ്പിൽ നടന്നുവെങ്കിൽ, അത് അദ്ദേഹം അപ്പോൾ തന്നെ പറയട്ടെ, ഇതാ എന്റെ കൺമുമ്പിൽ ഇവിടെ മോഷണം നടക്കുന്നുവെന്ന്. അതാണ് ഞാൻ അദ്ദേഹത്തിന്റെ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരു കാര്യം, ദേവസ്വം ഭൂമിയെ കുറിച്ച് പറഞ്ഞു. ഇവിടെ മലയാള മനോരമ എന്ന് പറയുന്ന പത്രത്തിന്റെ ഉടമസ്ഥർ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏക്കർ കണക്കിന് ഭൂമി കൈവശപ്പെടുത്തിയതായി വാർത്തയുണ്ടായി. എന്ത് പ്രതിഷേധ സമരമാണ് അങ്ങയുടെ പാർട്ടി നടത്തിയത്? എവിടെയാണ് അങ്ങയുടെ പാർട്ടി ആ ഭൂമി തിരിച്ചെടുക്കാൻ വേണ്ടുന്ന നിലപാട് സ്വീകരിച്ചത്? എന്റെ മനോരമയെ പേടിയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ കൂടി നമുക്ക് ആലോചിക്കേണ്ടി വരും. ഇനി അങ്ങ് പറഞ്ഞത് 2010 മുതലുള്ള എല്ലാ ബോർഡുകളിലും, എല്ലാ ദേവസ്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അന്നദാനവുമായി ബന്ധപ്പെട്ട 6 ലക്ഷം രൂപയുടെ പിരിവ് നടത്തിയെന്നാണ് പറയുന്നത്. നാട്ടിൽ ഈ പറയപ്പെടുന്ന പീഠമടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി അയ്യപ്പന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് സിനിമ നടന്മാരടക്കമുള്ള ആളുകളുടെ വീട്ടിൽ കൊണ്ടുപോയി പൂജ നടത്തി അയാൾ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചു എന്ന് പറയുന്നു. ലക്ഷക്കണക്കിന് രൂപ. അപ്പൊ അയാൾക്ക് സ്വർണത്തെക്കാൾ ആവശ്യം ഇത് കൊണ്ടുപോയി വിശ്വാസത്തെ ചൂഷണം ചെയ്ത് വിശ്വാസികളിൽ നിന്നും പണം തട്ടുന്നതിനുള്ള തട്ടിപ്പുകാരനായി മാറി. ഈ 2010 ഇയാൾ എങ്ങനെയാണ് ശബരിമലയിൽ ഇത്രയും സ്വാധീനം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഞാൻ അങ്ങയോട് പറഞ്ഞത്. ഏതായാലും ഒരു പോറ്റിക്ക് അവിടെ സ്വാധീനം ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ ശാന്തിക്കാരുമായിട്ടും തന്ത്രിയുമായിട്ടും അദ്ദേഹത്തിന് ബന്ധമുണ്ടാവണം. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല തന്ത്രി വലിയ കുറ്റക്കാരനാണെന്നൊന്നും പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ വാജി വാഹനം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കൊടിമരത്തിന്റെ മുകളിൽ അയ്യപ്പന്റെ കാര്യങ്ങളാണ്. ഇങ്ങനെയൊന്ന് പറഞ്ഞ എന്നെ തടസ്സപ്പെടുത്തുന്നു. സാധനം എന്നൊന്നും പറയല്ലേ ദയവായി. ഞാൻ പറയട്ടെ, വാജി വാഹനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയാം. അയ്യപ്പന്റെ വാഹനമായ കുതിരയെ വെള്ളിയിൽ നിർമ്മിച്ച് സ്വർണത്താൽ പൊതിഞ്ഞ് കൊടിമരത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന അമൂല്യമായ വസ്തു. ഒരു കൊടിമരം റിമൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതിനെ തടിയിൽ കൊണ്ടുണ്ടാക്കിയതിനാണെങ്കിൽ ദഹിപ്പിക്കണം, കല്ലുകൊണ്ടുണ്ടാക്കിയതിനെ ഏതെങ്കിലും വലിയ താഴ്ചയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കണം, അതോടൊപ്പം സ്വർണമാണെങ്കിൽ ഉരുക്കണം. ഇങ്ങനെയൊക്കെയാണ് അതിനെ അദ്ദേഹം പറഞ്ഞ സനാതന ധർമ്മപ്രകാരം ഹിന്ദുമത ആചാരപ്രകാരം ചെയ്യേണ്ടത്. ഇവിടെ വാജിവാഹനം എന്ന് പറയുന്ന ആ മഹാസംഭവം ഇദ്ദേഹം എടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയിരിക്കുന്നു. അദ്ദേഹം തന്നെ പറയുന്നു, ഞാനത് തിരിച്ചു കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ? അദ്ദേഹത്തിന്റെ കൈവശം അതില്ല. അത് ഹൈദരാബാദിലെ ഒരു വ്യവസായിക്ക് വിറ്റു. ഒരു തന്ത്രി ചെയ്ത പണിയാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ തന്ത്രിയായിട്ട് എങ്ങനെ കണക്ക് കൂട്ടാൻ പറ്റും? ഇവിടെ ഈ തന്ത്രിമാരെല്ലാം വിശുദ്ധരാണ് എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ഇവരുടെ അനുമതിയില്ലാതെ എങ്ങനെയാണ് ഇവിടെ നിന്ന് കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയാൻ പറ്റുക? ഒരു ദേവസ്വം ബോർഡിനെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ? ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ? ഇവരെല്ലാം ചേർന്ന്, ഞങ്ങളത് കൃത്യമായി പറയുന്നു, ഇവരിൽ ആരൊക്കെ കുറ്റക്കാരുണ്ടോ അവരെ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റുന്ന കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണമാണ് കേരള ഗവൺമെന്റും ഹൈക്കോടതിയും ചേർന്ന് നടത്തുന്നത്. അതല്ലാതെ CBI വന്നാൽ CBIയും മറ്റേ EDയും ഒക്കെ
കുറെ ഏറെക്കാലം കൊണ്ട് കേരള ഗവൺമെന്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ പുറകെ നടക്കുകയാണല്ലോ. ഒരു പെറ്റി കേസ് എടുക്കാൻ പറ്റുമോ? ഒരു പെറ്റി കേസ് അദ്ദേഹത്തിന്റെ പേരിൽ എടുക്കാൻ പറ്റുമോ? ഇതുവരെ ഏതെങ്കിലും കേസിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പറ്റുമോ? BJPയുടെ കൈവശമല്ലേ കേന്ദ്ര ഏജൻസികൾ മുഴുവൻ? നിങ്ങൾ ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തല്ലോ, നിങ്ങൾ ജാർഖണ്ഡിലെ മുൻ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തല്ലോ. എന്തേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് തൊടാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? അപ്പം യഥാർത്ഥ വസ്തുത സത്യം എന്നായാലും പുറത്തു വരുമെന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം കുറ്റവാളിയല്ല എന്നുള്ളത് കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞിട്ട് മടിയിൽ കനമുള്ളവന് ഭയപ്പെട്ടാൽ മതി. എന്റെ മടിയിൽ കനമില്ല. ഞാൻ വിശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ എല്ലാം കൊണ്ടുവന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും അതിൽ പ്രതിയാക്കാൻ പലപ്പോഴും ശ്രമിച്ചില്ല. സ്വകാര്യം പറയുന്നത് കണ്ടപ്പോൾ ചോദിച്ചതേ ഉള്ളൂ. ഒരു കാര്യം കൂടെ കേൾക്കണം. നിങ്ങളെന്ന് ഉദ്ദേശിച്ച അങ്ങനെയല്ല, ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രമുഖരായ ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. കേരളത്തിലെ പ്രതിപക്ഷത്തെയാണ്. മുഖ്യമന്ത്രിയുടെ അടുത്ത് വളരെ ഇടപഴകി ഇങ്ങനെ സ്വകാര്യം പറയുന്ന അത്രയും സ്വാതന്ത്ര്യമുള്ള മുഖ്യമന്ത്രിയുടെ അടുത്ത് മാത്രമല്ല, തന്ത്രിയുടെ അടുത്ത് നിൽക്കുന്ന പടമുണ്ട്. എനിക്കും പറ്റത്തില്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം വരുന്നു, ഞാൻ അവിടെ ചെല്ലുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്താൽ എനിക്ക് അദ്ദേഹവുമായിട്ട് വലിയ ബന്ധമാണെന്ന് സ്ഥാപിക്കാൻ പറ്റുമോ? അതൊന്നുമല്ല ശരി. അതാരും എവിടെയെങ്കിലും പോയി നിന്ന്, ഞാൻ എത്രയോ ആളുകളുടെ കൂടെ അങ്ങ് പോയി നിന്ന് കാണുമല്ലോ, എത്രയോ VIP-കളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ VIP-കളുമായിട്ടെല്ലാം അഭേദ്യമായ ബന്ധം അവർക്കെല്ലാം ഉണ്ട് എന്ന് കരുതുന്നത് തെറ്റിദ്ധാരണജനകമായ കാര്യമല്ലേ പറയുന്നത്? മുഖ്യമന്ത്രി ശബരിമലയിൽ വന്നപ്പോ ഈ പോറ്റി അവിടെ ഉണ്ടായിരുന്നിരിക്കാം, അദ്ദേഹം അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടാവാം. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ അല്ല, പറഞ്ഞോളൂ, എവിടെയും ആയിക്കോട്ടെ, ഈ ലോകത്ത് എവിടെയും ആയിക്കോട്ടെ, അദ്ദേഹം പോകുന്ന സ്ഥലത്ത് അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ ചില ആളുകളൊക്കെ ചെന്നിരിക്കും. ആ ആളുകളെല്ലാം വിശുദ്ധരാണെന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളത്തരം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് അന്വേഷണ സംഘം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്, അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കുറെ നേരം കൊണ്ട് പുറകെ നടക്കുന്നല്ലോ, എവിടെയാണെന്ന് പോലും അറിയാൻ കഴിയുന്നില്ലല്ലോ. കൃത്യമായ വിവരം വരുന്ന ദിവസങ്ങൾ പുറത്തു വരും. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതിനകത്തിൽ CPM എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. തെറ്റ് ചെയ്തവരാരാണെങ്കിലും ശിക്ഷിക്കപ്പെടും. അതിൽ എന്തിനാണ് ഭയചകിതരാകുന്നത്? അങ്ങനെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ രവിശങ്കർ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യോഗദണ്ഡ് മകന് കൊണ്ടുവിട്ട ഒരു പ്രസിഡന്റ്, അയാള് CPM-ന്റെ വലിയ നേതാവാണ്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും N. വാസു ഉൾപ്പെടെയുള്ളവർ ഈ ആരോപണത്തിന്റെ ഒക്കെ ഒരു അറ്റത്തുള്ളവരൊക്കെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ കൂടിയാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. ഞാൻ ഒരു നിമിഷം അങ്ങനെയൊക്കെ വരാം, ഒറ്റ നിമിഷം ശ്രീ രവിശങ്കർ. അങ്ങയുടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, CPM-ന്റെ ഉന്നതനായ നേതാവായാലും ശരി, അദ്ദേഹത്തിന്റെ മകൻ അത് അവിടുത്തെ യോഗദണ്ഡ് സ്വർണം പൂറ്റി കൊടുക്കാവുന്നതാണ് പറഞ്ഞ് അദ്ദേഹം അവിടെ വെച്ച് ചെയ്തു എന്നാണ് പറയുന്നത്. അയാൾ അത് സ്വർണം മോഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണവും ഇല്ല. അദ്ദേഹത്തിന്റെ മകൻ അവിടെ, അത് അയാൾ തന്നെ പറഞ്ഞാണ് നമ്മൾ തീരുമാനം എടുക്കുമ്പോ ആരായിരുന്നു ശ്രീ രവിശങ്കർ ഈ ബോർഡിനെ നയിച്ചുകൊണ്ടിരുന്നത്? തീരുമാനത്തിൽ തിരുത്തൽ വരുത്തിയത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ്. ഒരു നിമിഷം ഈ ഉദ്യോഗസ്ഥർ മാത്രമായി അത് ചുരുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഈ വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ വേണം, ഭരണാധികാരികളുടെ ഇടപെടൽ ഗൗരവമായി തന്നെ അന്വേഷിക്കണമെന്ന് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്.